എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മോർണിംഗ് വൈബ്സിലേക്ക് നമ്മൾ നേരെ പോവുകയാണ്. തൃശ്ശൂരിൽ അവിടെ മരത്താക്കരയിലാണ് വലിയൊരു തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ ഷോറൂമിലാണ് തീ പിടിച്ചത്. പുലർച്ചെ 3:30 ആയിരുന്നു സംഭവം. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഡാനി പോൾ ആണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ഡാനിയിലേക്ക് നമുക്ക് എത്തുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ആദ്യം ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഡാനി, ഇതൊരു വലിയ ഫർണിച്ചർ കടയാണോ? അത് പൂർണ്ണമായും കത്തി നശിക്കുന്ന തരത്തിലുള്ള തീപിടുത്തമാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. എന്താണ് വിവരങ്ങൾ? എൽദോ, പൂർണ്ണമായും തന്നെ അത് കത്തി നശിച്ചിരിക്കുകയാണ്. തൃശ്ശൂർ മരത്താക്കരയിലാണ്, ദേശീയപാതയോട് ചേർന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ കടയുള്ളത്. ഇവിടെ അത് പൂർണ്ണമായും കത്തി നശിച്ച രീതിയിൽ തന്നെ ആയിരിക്കുന്നു. ഇതിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത്. ഏതാണ്ട് 5-ലധികം ഫയർഫോഴ്സ് അഗ്നിശമന സേനയുടെ യൂണിറ്റുകൾ അവിടെ എത്തുകയും വലിയ അവരുടെ നിരന്തരമായ ഒരു പരിശ്രമം ഉണ്ടാവുകയും ചെയ്തു. തൊട്ട് സമീപത്തേക്കെല്ലാം തീ പടരാതിരിക്കാനായിട്ട് വലിയ ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഫർണിച്ചർ ഷോപ്പ് അത് പൂർണ്ണമായും തന്നെ കത്തി നശിച്ച രീതിയിലാണ്. വലിയ നഷ്ടമാണ് ഇവർക്കുണ്ടായത്. എന്താണ് ഇതിൻ്റെ ഒരു തീപിടുത്തത്തിൻ്റെ ഒരു കാരണമെന്ന രീതിയിലേക്ക് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് അത് വ്യക്തമായിട്ടില്ല. കാരണം ഇത് ഇന്ന് പുലർച്ചെ സംഭവിച്ചതാണ്. ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ള കാരണങ്ങൾ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായും വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. സമീപത്ത് മറ്റ് കടകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇതുവഴി തീ പടർന്നതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു. അതിനെ തുടർന്നാണ് മറ്റ് യൂണിറ്റുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുകയും ചെയ്തത്. വളരെ പണിപ്പെട്ടാണെന്ന് പുലർച്ചയോടുകൂടി അത് തീ അണയ്ക്കാനടക്കം എല്ലാം തന്നെ സാധിക്കുകയും ചെയ്തത്. വലിയ നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. പിന്നീട് മറ്റ് ഇടങ്ങളിലേക്കെല്ലാം തന്നെ പടരാതിരുന്നതെല്ലാം അഗ്നിശമന സേനയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു കാരണമെന്നതിനെ സംബന്ധിച്ചെല്ലാം അന്വേഷണം നടത്തേണ്ടി വരുമെന്ന് അഗ്നിശമന സേന രക്ഷാസേന അംഗങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ അപകടമാണ് ഇവിടെ, വലിയ തീപിടുത്തമാണ് തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. എന്തോ തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത്. ഡാനി, എന്തായാലും വളരെ പുലർച്ചെ നടന്ന ഒരു അപകടമായതുകൊണ്ട് തന്നെ ആളപായം ഇല്ലാതെ രക്ഷപ്പെട്ടു, ആശ്വാസകരമാണ്. പക്ഷേ നമുക്കറിയാം, ഓണം സെയിലൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് ഫർണിച്ചറുകളൊക്കെ എത്തിച്ചിരിക്കുന്ന, സ്റ്റോക്കൊക്കെ നിറച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും. കടയിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, അല്ലേ? സംശയമൊന്നുമില്ല. കാരണം ഇതായത് ഒരു ഉത്സവ സീസണിലേക്കാണ് കേരളം മൊത്തത്തിൽ തന്നെ കടന്നു പോകുന്നത്. അതിൽ വലിയ രീതിയിലുള്ള പർച്ചേസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ രീതിയിൽ ഏത് എവിടെയായാലും അതെല്ലാം തന്നെ ദൃശ്യമാണ്. അവർ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ ഒരു ഉത്സവകാലം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങളെല്ലാം തന്നെ സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിൽ തന്നെ ആ ഒരു ഫർണിച്ചർ ഷോറൂമിലേക്ക് സാധനങ്ങളെല്ലാം തന്നെ എത്തിക്കുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ ഈ രീതിയിലുള്ളൊരു തീപിടുത്തം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായ ആ പ്രതീക്ഷകളെല്ലാം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നതാണ്. വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചിരിക്കുന്നു. അതിനേക്കാളും വലുത് എന്ന് പറയുന്നത് ആളപായത്തിലേക്കൊന്നും പോയില്ല എന്നതാണ്. പുലർച്ചെയുണ്ടായൊരു തീപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ ആളപായം അത്തരം കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ വലിയ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റൈറ്റ്. എന്താണെങ്കിലും വലിയൊരു നഷ്ടം അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.